പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും ആൽക്കെയിൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നോക്കുന്നത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. Hydrocarbons having double bond or triple bond between carbon atoms are commonly known as unsaturated hydrocarbon. അതായത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണെങ്കിൽ അത്തരം ഹൈഡ്രോ കാർബൺസിനെയാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുക. കാരണം സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കാർബണിൻ്റെ 4 വാലൻസും ഫില്ലായിട്ടുണ്ടാവും സിംഗിൾ ബോണ്ട് ഉപയോഗിച്ച്. അവിടെ ഇനി പുതിയതായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഗ്യാപ്പില്ല. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൻ്റെ കേസിലാണെങ്കിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആയിരിക്കും. ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സിംഗിൾ ബോണ്ട് ആക്കിയിട്ട് ഒരു ഹൈഡ്രജനെയും കൂടെ ആഡ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കോമ്പൗണ്ട്സിനെ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ദ സ്ട്രക്ചർ ഓഫ് എ ഹൈഡ്രോ കാർബൺ ഹാവിങ് എ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ 2 കാർബൺ ആറ്റംസ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ്. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. സി ഡബിൾ ബോണ്ട് സി ആണ്. അപ്പോൾ അതിലൊരു കാർബൺ ആറ്റം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് 2 ബോണ്ട് അവിടെ ഫില്ലായിട്ടുണ്ട്. പിന്നെ ബാക്കി 2 എണ്ണത്തിനുള്ള സ്പേസേ ഉള്ളൂ. അത് 2 എണ്ണം ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യും. ഓരോ കാർബണിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ദെൻ വാട്ട് ഈസ് എ മോളിക്കുലർ ഫോമുല ഓഫ് ദി കോമ്പൗണ്ട് ഗിവൺ എബോ? ഈ തന്നിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോമുല എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം മോളിക്കുലർ ഫോമുല. കാർബണും ഹൈഡ്രജനും ജസ്റ്റ് എണ്ണി നോക്കിയാൽ മതി. C2H4. ദെൻ റൈറ്റ് ഇറ്റ്സ് കണ്ടൻസ്ഡ് ഫോമുല. കണ്ടൻസ്ഡ് ഫോമുല എഴുതുന്നത് നമ്മൾ ഏത് ബോണ്ടാണോ ആ ബോണ്ട് ഉപയോഗിച്ച് എഴുതുന്നതിനാണ് കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറയുക. CH2 ഡബിൾ ബോണ്ട് CH2. റെപ്രസെൻറ്റ് ദി സ്ട്രക്ചർ ഓഫ് സച്ച് ഹൈഡ്രോകാർബൺ ഹാവിങ് ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ എനി ഓഫ് ദ 2 കാർബൺ ആറ്റം ബൈ ആഡിങ് മോർ കാർബൺ ആറ്റം. അതായത് ഇവിടെ ഡബിൾ ബോണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടൊക്കെ വരുന്ന സമയത്ത് എവിടെയും നമുക്ക് ഉപയോഗിക്കാം. ഇതിനൊരു ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് കാർബൺ ആറ്റം 2, C ഡബിൾ ബോണ്ട് C, CH2 ഡബിൾ ബോണ്ട് CH2. കണ്ടൻസ് ഫോമുല CH2 ഡബിൾ ബോണ്ട് CH2. മോളിക്കുലർ ഫോമുല C2H4. ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസാണ്. ദെൻ 3 കാർബൺ ആറ്റം വരുന്ന കേസിൽ C ഡബിൾ ബോണ്ട് C. അവിടെ ആദ്യം ഇതേപോലെ തന്നെ 3 കാർബണ് ജസ്റ്റ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇവിടെ ഫസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വാലൻസി ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഡബിൾ ബോണ്ട് ആണെങ്കിൽ പിന്നെ 2 എണ്ണത്തിലുള്ള വാലൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 ഹൈഡ്രജൻ ആഡ് ചെയ്യുക. ആ രീതിയിൽ ചെയ്തു പോരുക. അതിൽ കണ്ടൻസ്ഡ് ഫോമുല വരുന്നത് CH2 ഡബിൾ ബോണ്ട് CH3. മോളിക്കുലർ ഫോമുല C3H6 ആണ്. ദെൻ ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസ്. ദെൻ 4 കാർബൺ ആറ്റം വരുമ്പോൾ ഇതേപോലെ സ്ട്രക്ചറൽ ഫോമുല എഴുതുക. കണ്ടൻസ് ഫോമുല CH2 ഡബിൾ ബോണ്ട് CH2 CH3. മോളിക്കുലർ ഫോമുല C4H8. ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസ്. ദെൻ 5th കാർബൺ ആറ്റം 5 കാർബൺ ആറ്റം വരുന്ന സമയത്ത് സ്ട്രക്ചർ ഫോമുല ആദ്യം 5 കാർബൺ എഴുതുക. ദെൻ ഫില്ല് ചെയ്യുക. കണ്ടൻസ് ഫോമുല CH2 ഡബിൾ ബോണ്ട് CH2 CH3. മോളിക്കുലർ ഫോമുല C5H10. ഫിസിക്കൽ സ്റ്റേറ്റ് ലിക്വിഡ്. ദെൻ 6 കാർബൺ ആറ്റം വരുന്ന സമയത്ത് 6 കാർബൺ എഴുതുക. ദെൻ ഫില്ല് ചെയ്യാം. കണ്ടൻസ് ഫോമുല CH2 ഡബിൾ ബോണ്ട് CH2 CH3. C6H12 ആണ് മോളിക്കുലർ ഫോമുല. ദെൻ ലിക്വിഡ്. ഹൈഡ്രോകാർബൺ ഹാവിങ് അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ എനി 2 കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കീൻസ്. ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ട് എങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ഹൈഡ്രോ കാർബണിനെയാണ് ആൽക്കീൻ എന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് ആൽക്കെയിൻ ആണ്. സ്പെല്ലിങ് മാറിപ്പോവരുത്. ആൽക്കീൻ എന്ന് പറയുമ്പോൾ ALKENE ആണ് വരുന്നത്. പിന്നെ ഈ ടേബിൾ അനലൈസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ദി നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ആൽക്കീൻ? ആൽക്കീനിലുള്ള ഹൈഡ്രജൻ ആറ്റവും കാർബൺ ആറ്റവും തമ്മിലുള്ള എണ്ണത്തിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ നമ്പറിലുള്ള റിലേഷൻ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. മോളിക്കുലർ ഫോമുല 2 കാർബൺ ആറ്റം വരുമ്പോൾ C2H4 ആണ്. അതായത് 2 കാർബൺ വരുന്ന സമയത്ത് ഹൈഡ്രജൻ എണ്ണം അതിൻ്റെ ഡബിളാണ് വരുന്നത്. ഇനി 3 കാർബൺ ആറ്റം വരുമ്പോൾ C3H6 ആകുന്ന സമയത്തും അവിടെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം 3 ആണെങ്കിൽ അതിൻ്റെ ഡബിളാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ഹൈഡ്രജൻ ആറ്റം ആർ ഡബിൾ ദി നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയായിരിക്കും.
If an alkene contains n carbon atom, how many hydrogen atom will be there? കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം n ആണെങ്കിൽ അവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? 2n. Write the general formula of alkene. CnH2n. Look at the structure of a hydrocarbon having a triple bond between two carbon atom. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്, ഹൈഡ്രോകാർബൺസിനെ കുറിച്ചാണ്. അതിൻ്റെ സ്ട്രക്ചർ ഫോർമുല തന്നിട്ടുണ്ട്. ഈഥൈൻ CH ട്രിപ്പിൾ ബോണ്ട് CH. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ എബോവ്. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതുന്ന സമയത്ത് കാർബണും ഹൈഡ്രജനും ജസ്റ്റ് എണ്ണി നോക്കുക. C2H2 ആയിരിക്കും. ദെൻ റൈറ്റ് ഇറ്റ്സ് കണ്ടൻസ്ഡ് ഫോർമുല CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതിൻ്റെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 കാർബൺ ആറ്റാണെങ്കിൽ CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന സ്ട്രക്ചറൽ ഫോർമുല ചെയ്ത് ദെൻ കണ്ടൻസ്ഡ് ഫോർമുല CH ട്രിപ്പിൾ ബോണ്ട് CH ആയിരിക്കും. മോളിക്കുലർ ഫോർമുല C2H2 ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസ്. ദെൻ 3 കാർബൺ ആറ്റം വരുന്ന സമയത്ത് CH ട്രിപ്പിൾ ബോണ്ട് CH3, അതായത് സ്ട്രക്ചർ വെച്ച് ജസ്റ്റ് ഫില്ല് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ച് അപ്പോൾ 3 വാലൻസി ഓൾറെഡി അവിടെ ഫില്ലായി കഴിഞ്ഞു. പിന്നെ ഒന്നിനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജനോട് ആഡ് ചെയ്യുക. ദെൻ കണ്ടൻസ് ഫോർമുല CH ട്രിപ്പിൾ ബോണ്ട് CH3, മോളിക്കുലർ ഫോർമുല C3H4, ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസ് ആണ്. ദെൻ 4 കാർബൺ ആറ്റ് വരുന്ന സമയത്ത് സ്ട്രക്ചറൽ ഫോർമുല ഇതേപോലെ എഴുതുക. ദെൻ കണ്ടൻസ്ഡ് ഫോർമുല CH ട്രിപ്പിൾ ബോണ്ട് CH2 CH3, മോളിക്കുലർ ഫോർമുല C4H6, ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസ്. ദെൻ 5 കാർബൺ ആറ്റം വരുന്ന സമയത്ത് 5 കാർബൺ എഴുതുക, ഫസ്റ്റ് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുക, ദെൻ ഹൈഡ്രജൻ്റെ വാലൻസി ഫില്ല് ചെയ്യാം. ദെൻ അതിന് കണ്ടൻറ്റ് ഫോർമുല വരുന്നത് CH ട്രിപ്പിൾ ബോണ്ട് CH2 CH3, മോളിക്കുലർ ഫോർമുല C5H8, ഫിസിക്കൽ സ്റ്റേറ്റ് ലിക്വിഡ്. ദെൻ 6 കാർബൺ ആറ്റം വരുന്ന സമയത്ത് 6 കാർബൺ എഴുതുക, ദെൻ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുക, ദെൻ ഫില്ല് ചെയ്യുക. CH കണ്ടൻസ് ഫോർമുല CH ട്രിപ്പിൾ ബോണ്ട് CH2 CH3, മോളിക്കുലർ ഫോർമുല C6H10, ദെൻ ഫിസിക്കൽ സ്റ്റേറ്റ് ലിക്വിഡ്. ഹൈഡ്രോകാർബൺ വിത്ത് അറ്റ്ലീസ്റ്റ് 1 ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ എനി 2 കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കൈൻസ്. അതായത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ട്രിപ്പിൾ ബോണ്ടെങ്കിലും ഉള്ള ഹൈഡ്രോകാർബണാണ് നമ്മൾ ആൽക്കൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ALKYNE ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, സിംഗിൾ ബോണ്ടാണ് കാണപ്പെടുന്നത്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ടാണെങ്കിൽ ആൽക്കെയിൻ ആണ്, ANE ആണ് ലാസ്റ്റ് വരിക. ദെൻ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ടാണെങ്കിൽ ENE ആണ്, ആൽക്കീൻ എന്നാണ് പറയുന്നത്. ദെൻ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ ആൽക്കൈൻ YNE ആണ്. അത് മാറിപ്പോരുത്, ശ്രദ്ധിച്ച് പഠിക്കുക. ബാക്കിയൊക്കെ എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ്. then ഈ ടേബിൾ അനലൈസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇൻ ദീസ് ആർ ദി നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ട്വൈസ് ദാറ്റ് ഓഫ് കാർബൺ ആറ്റം. ഈ ഒരു കേസിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിൻ്റെ ട്വൈസ് ഡബിൾ ആണോ എന്നാണ് ചോദിച്ചത്. നമുക്ക് മോളിക്കുലർ ഫോർമുല ഒന്ന് നോക്കാം. മോളിക്കുലർ ഫോർമുല C2H2 ആണ്. അതായത് എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിൻ്റെ C2H2 ആണ്. ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് ഡബിളായിട്ട് തോന്നും, പക്ഷേ സെയിം ആയിട്ട് തോന്നും. സെയിം അല്ല. ഇനി സെക്കൻഡ് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ C3H4 ആണ്. അതായത് കാർബണിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C6 ആയിരിക്കും വരിക. ആ ഡബിളിൽ നിന്ന് 2 മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതായത് C3H4 ആണ്. ദെൻ അടുത്ത കേസ് നോക്കുമ്പോൾ C4H6 ആണ്. 4ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 നിന്ന് 2 മൈനസ് ചെയ്താൽ 6. ആ ഒരു ഓർഡറിലാണ്. മോളിക്കുലർ ഫോർമുല നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് നമ്പർ ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ട്വൈസ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ടു ഗെറ്റ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ഈച്ച് കേസ്. അതായത് ഓരോന്നിലും കാർബൺ ആറ്റത്തിൻ്റെ ഡബിളിൽ നിന്ന് ഇരട്ടി എടുത്തിട്ട് അതിൽ നിന്ന് എത്ര നമ്പറാണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഡബിൾ എടുക്കുക. ഡബിളിൽ നിന്ന് 2 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് 2 ആണ്. ഇഫ് ആൻ ആൽക്കൈൻ ഹാസ് n നമ്പർ ഓഫ് കാർബൺ ആറ്റം ഹൗ മെനി ഹൈഡ്രജൻ ആറ്റം വിൽ ബി ദർ. ഒരു കാർബണിൻ്റെ കയ്യിൽ n കാർബൺ ആറ്റം ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും ഹൈഡ്രജൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2n-2. അതായത് കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഡബിൾ എടുക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഫസ്റ്റ്. ആ കിട്ടിയ നമ്പറിൽ നിന്ന് 2 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ്റെ എണ്ണം കിട്ടും. സോ റൈറ്റ് ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കൈൻ. ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല CnH2n-2. ഈ 3 ജനറൽ ഫോർമുലയും കാണാതെ പഠിച്ചു വെക്കണം. ഒരു സൈഡിൽ വൃത്തിയായിട്ട് എഴുതി വെക്കണം.
ജസ്റ്റ് ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം. ആൽക്കൈൻ്റെ ജനറൽ ഫോമുല ആൽക്കൈൻ CnH2n+2 ആണ്. ആൽക്കീൻ CnH2n. ആൽക്കൈൻ്റെ കേസിൽ CnH2n-2 ആണ് വരിക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്, ഒരു ടേബിൾ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ. അവിടെ കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അത് ഓരോന്നും ഏതാണെന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് C5H10 ആണ് വരുന്നത്. അപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ ഡബിളാണ് വരുന്നത്. അത് ഏത് കേസിലാണ് നമ്മൾ പഠിച്ചത്? ആൽക്കീൻ്റെ കേസിലാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ആൽക്കീൻ ആയിരിക്കും. ദെൻ C3H4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ഫോമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി. ആൽക്കീൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഡബിൾ എടുക്കുക, 2 ആഡ് ചെയ്യുക. ആൽക്കീൻ്റെ കേസിൽ ഡബിൾ മാത്രമായിരിക്കും. ആൽക്കൈൻ്റെ കേസിലാണ് ഡബിളിൽ നിന്ന് 2 മൈനസ് ചെയ്യുക. ഒരു ഓർഡറിൽ ഓരോ ഇക്വേഷൻ നോക്കിയാൽ മതി. അപ്പോൾ C3H4 എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ആൽക്കൈനാണ്. കാരണം എന്താ, 3ൻ്റെ ഡബിൾ 6 ആണ്. 6ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, അപ്പോൾ ആൽക്കൈനായിരിക്കും. മൂന്നാമത്തേത് C2H4 എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഡബിളാണ് ഇത് വരുന്നത്, ഹൈഡ്രജൻ വരുന്നത്. അപ്പോൾ അതായിരിക്കും ആൽക്കീനായിരിക്കും. ദെൻ നെക്സ്റ്റ് കേസ് C5H12, അതായത് കാർബണിൻ്റെ ഡബിൾ 10 ആണ്, അതിനോട് 2 ആഡ് ചെയ്യുക, അപ്പോൾ ആൽക്കെയിനാണ് വരുന്നത്. ദെൻ C6H12, അതേതാണ്, ആൽക്കീനാണ്, കാർബണിൻ്റെ ഡബിളാണ് ഹൈഡ്രജൻ. ദെൻ C7H12, കാർബണിൻ്റെ ഡബിളിനോട് 2 സബ്സ്ട്രാക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ C7H12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കൈനാണ്. ദെൻ C9H20, 9ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 18 ആണ്, 18നോട് 2 ആഡ് ചെയ്യുക, അപ്പോൾ അത് ആൽക്കൈനാണ് വരുന്നത്. ദെൻ C4H6, കാർബണിൻ്റെ ഡബിൾ 8 ആണ്, 8ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, അപ്പോൾ ആൽക്കൈൻ. C4H6 എന്ന് പറഞ്ഞാൽ ആൽക്കൈനാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ C4H8, അതായത് C4H8 എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഡബിളാണ് ഹൈഡ്രജൻ വരുന്നത്, അപ്പോൾ ആൽക്കീനാണ്. സോ ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചിട്ടുള്ള അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. നമ്മളിപ്പോൾ ഓൾറെഡി ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ഇവർ കണ്ടെത്താനും ഇതിൻ്റെ ജനറൽ ഫോമുലയൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ക്ലാസിഫൈ ചെയ്യാനും സിമ്പിളാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ ടോപ്പിക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.